السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ഖുതുബി 51. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മേറിന്റെ കൗലാണ്. അതില് വലി അന്നഹു ഫിൽ അഗ്ലബി മുറക്കബുൻ. നമ്മൾ ശാരി പറഞ്ഞല്ല. എന്താ ശാരി പറഞ്ഞത്? അതായത് തസവ്വുർ എന്നുള്ളത് തസ്ദീഖിനേക്കാളും മുന്തിക്കപ്പെടണം തബഅൻ നിലക്ക്. അതല്ല. അതായത് വഖദ് ജറത്ത് ആദത്തു യുസമ്മുൽ മൂസില തസവ്വുരി ഖൗലൻ ശാരിഹൻ എന്ന് പറഞ്ഞാൽ അമ്മ കൗലുഹു, ഈ കൗലുൻ ശാരി ആവുക എന്നുള്ളത് അതായത് തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്ന് കൗലുൻ ശാരി ആകുന്നത് അല്ല, അത് ചാവുന്നത് കൗലാവുന്നത് വലിയ ഫിൽ അഗ്ലബി മുറക്കബ്. അത് വാജിബിലും എന്തായിട്ടാണ് മുറക്കബായിട്ടാണ് വരിക. പല കൗലു എന്നുള്ളത് റാദിബു ആ മുറക്കബിനോട് പര്യായമായി വരും. ഇതാണ് ചർച്ച. വലിയ ഫിൽ അഗ്ലബി അക്കോലി നാം പറയുന്നു. ഇതിപ്പോ തെളിവാണ്. എന്താ തെളിവ്? അഗ്ലബുൽ ഔഖാത്തിലും പിന്നെ എന്നാൽ ഈ പറഞ്ഞത് ഏത് പറഞ്ഞത്? അഗ്ലബിലത് മുറക്കബാണ് എന്ന് പറഞ്ഞില്ല. മുറക്കബാണ് എന്ന് പറഞ്ഞതിൽ അന്ന അദ്ദത്താമ, തീർച്ചയായിട്ടും ഒരു ഹദ്ദുത്താമ, ഹദ്ദുത്താമ ഇവിടെ നമ്മൾ പറഞ്ഞല്ല. എന്തെന്ന്? അൽ മൂസിലു ഇല തസവ്വുരി, അതാണ് ഹദ്. ഏതിന്റെ ഹദ്? ഖൗലുൻ സാരിഹിന്റെ ഹദ്. ഖൗലുൻ സാരിഹ് എന്ന് പറഞ്ഞ ലഫ്ലിനിക്കുള്ളതായ തഅരീഫാണ്, ഹദ്ദാണ്. ഏത്? അൽ മൂസിലു ഇല തസവ്വുരി എന്ന് പറഞ്ഞത്. അദ്ദത്താമ, തീർച്ചയായിട്ടും താമായ ഒരു ഹദ്. അത് മുറക്കബുൻ, അത് മുറക്കബായി വരണം ഖത്അൻ നിലക്ക്. ഏതുപോലെ ഇപ്പൊ ഇൻസാനിക്ക് നമ്മൾ അയവാനാത്തിക്കും തരീഫാൻ അദ്ദത്താമാണത്. അത് ഹദ് അയവാന് എന്നുള്ള പിന്നെ അയവാനും പിന്നെ അതുപോലെ തന്നെ പിന്നെ അയവാൻ എന്നുള്ള ജിൻസും ഉണ്ട്. അതുപോലെ തന്നെ നാത്തിക്ക് എന്ന് പറഞ്ഞതായ ഫസലും ഉണ്ട്. അപ്പൊ അത് അദ്ദത്താമായി മുറക്കബാണത്. ആ പിന്നെ ഈ ജിൻസിനാലും ഫസലിനാലും മുറക്കബായതാണ് ഖത്അ നിലക്ക്. അപ്പൊ ഹദ്ദുത്താമ് ഖത്അ നിലക്ക് എന്തായിട്ട് വരും? മുറക്കബായിട്ട് വരും. ഹദ്ദുൻ നാക്കിസ് എന്ന് പറഞ്ഞത് ഖദ് യകൂനു, ചിലപ്പോൾ അത് ആകുന്നതാണ്, മുറക്കബൻ, അത് മുറക്കബായിട്ട് വരും. ഹദ്ദുൻ നാക്കിസ് അത് എന്തായിട്ട് വരും? മുറക്കബായിട്ട് വരുന്നതാണ്. ഇപ്പൊ ഇൻസാനിക്ക് നമ്മൾ അയവാൻ കാത്തിബ് തരീഫ് പറഞ്ഞു, എങ്കിൽ വെറും കാത്തിബ് തരീഫ് പറഞ്ഞു. അപ്പൊ ഹദ്ദുൻ നാക്കിസായി. വഖദിലായക്കോനും, അപ്പൊ നമ്മൾ പറഞ്ഞു. അപ്പൊ ഹദ്ദുത്താമ് അത് ഖത്അ നിലക്ക് മുറക്കബാവണം. ഹദ്ദുൻ നാക്കിസ് ചിലപ്പോൾ അത് മുറക്കബായിട്ട് വരും. വഖദിലായക്കോനോ, ചിലപ്പോ അത് മുറക്കബല്ലാതെയും വരും. ഏത്? ഹദ്ദുൻ നാക്കിസ മുറക്കബല്ലാതെയും വരും. ആരുടെ അടുക്കൽ? ഇന്ദ ജവാസി മൻ,
ഒരുത്തരുടെ അടുക്കൽ. എങ്ങനത്തെ ഒരുത്തനാണ്? ജവ്വസൽ ഹദ്ദൻ നാക്കിസ, ഹദ്ദുൻ നാക്കിസിന് അവര് ജായിസാക്കിയിട്ടുണ്ട്. ബിൽ ഫസിലി വാഴ. അപ്പൊ ഇൻസാനിക്ക് വെറും കാത്തി കൊണ്ട് മാത്രം താരീഫ് അറിയാം, കാത്തി കൊണ്ട് മാത്രം താരീഫ് അറിയാം. അത് ഹദ്ദുൻ നാക്കിസാണല്ലോ, ഹദ്ദുൻ നാക്കിസാണ്. അവൻ ഫസില് കൊണ്ട് മാത്രം ബിൽ ഫസിലി വാഴ. ചില കിതാബിൽ ഫീലി വാഹിദാന്ന് കാണാം. ബിൽ ഫസിലി വാഹിദ, ഫസില് കൊണ്ട് മാത്രം താരീഫ് പിന്നെ പറയുമ്പോഴാണ് ഹദ്ദുൻ നാക്കിസ് എന്ന് പറയുന്നവരുടെ അടുക്കല് എന്താവൂല, ചിലപ്പം പിന്നെ മുറക്കബാവാതെ വരും, മുറക്കബാവാതെ വരും. ഫസില് കൊണ്ട് മാത്രം. അപ്പൊ ഇൻസാനിക്ക് വെറും പിന്നെ കാത്തി കൊണ്ട് മാത്രം താരീഫ് അറിയാം. അതേപോലെ റസ്മുത്താമു, റസ്മുത്താമാകുന്നത് മുറക്കബും കത്ത്, അത് കത്ത് നിലക്കെന്താണ് മുറക്കബായിട്ട് വരും. അതുപോലെ റസ്മുൻ നാക്കിസാകുന്നത് കതിയക്കോന് മുറക്കബ, ചിലപ്പോൾ അത് മുറക്കബായിട്ടും വരും. വക്കതിലായക്കോനു, ചിലപ്പോൾ അത് മുറക്കബ് അല്ലാതെയും വരും. എപ്പം? ഇന്ദമൻ ജവ്വത റസ്മൻ നാക്കിസ ബിൽ ഖാസ്വത്തി വാഴ. അപ്പൊ ഇൻസാനിക്ക് ലായിക്കൊണ്ട് മാത്രം താരീഫ് അറിയാം. അതാണ് അവർ ചുരുക്കി പറഞ്ഞപ്പോ എന്ത് വിഷയം പറഞ്ഞു? മുറക്കബാവുക. അതായത് ഇവിടെപ്പം മൂസിലേക്ക് പിന്നെ തസവുറിലേക്ക് ചേർക്കുന്നതായ ഒന്ന്, അതിനെ സംബന്ധിച്ചാണ് ഇപ്പൊ നമ്മൾ താരീഫ് പറഞ്ഞത്, കൗലുൻ ഷാരി അല്ലേ. അപ്പൊ ഈ കൗലുൻ ഷാരി എന്നുള്ള ആ മഹദൂദ്, പിന്നെ അതേപോലെ തന്നെ അൽ മൂസിലു ഇല തസവുരി എന്ന് പറഞ്ഞതായ താരീഫും അല്ലേ. ഫൈൻ കൊൽക്ക, അപ്പൊ ചോദിച്ചാല് എന്താ ചോദിച്ചത്? അത് കൗലുശാരിഹ്, കൗലുശാരിഹ് എന്ന് പറയുന്നത് ഫൈൻ കൊൽക്ക, നീ ചോദിച്ചാല് അത് കൗലുശാരിഹ് മൂസിലുൻ ഇല തസവുരി, അതായത് തസവുറിലേക്ക് ചേർക്കുന്ന ഒന്ന്, കൗലുശാരിഹ് എന്ന് പറഞ്ഞാൽ തസവുറിലേക്ക് ചേർക്കുന്ന ഒന്നാണ്. എങ്ങനെ? ബി ത്വരീഖിൻ നബിരി, ത്വരീഖുൻ നബർ. നേരത്തെ നമ്മൾ ത്വരീഖുൻ നബർ എന്ന് നമ്മുടെ മുസ്ലിം പറഞ്ഞില്ല. മുസ്ലിം പറഞ്ഞത് എന്ത് മാത്രമേ ഉള്ളൂ? അൽ മൂസിലു ഇല തസവുരി കൗലൻ ഷാരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അൽ മൂസിലു ഇല തസവുരി കൗലൻ ഷാരി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇപ്പൊ ചെറിയ ഒരു സുവാലാണ്. എന്താണ്? കൗലൻ ഷാരി എന്ന് പറഞ്ഞാല് അത് തസവുറിലേക്ക് ചേർക്കുന്ന ഒന്നാണ് തെരീക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. അവധി തെരീക്കുന്നതിന്റെ കൈതൂടെ കൊണ്ടുവന്നത് അത് വക്കത്തക്കത്തമ്മ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തല്ലോ. നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? അന്യൻ നെതിറ, തീർച്ചയായിട്ടും നെതിറ് എന്ന് പറഞ്ഞാല് അന്യൻ നെതിറ, തീർച്ചയായിട്ടും നെതിറ് എന്ന് പറയുന്നത് തെർത്തീബ് ഉമൂരി മാലൂമത്തി, മാലൂമായ കാര്യത്തെ തെർത്തീബാക്കുന്നതിനല്ലേ നെതിറ് എന്ന് അറിയാം. ഇവിടെ നമ്മള് അൽ മൂസിലു ഇല തസവുരി എന്ന് പറയുന്നത് അത് മാലൂമായ കാര്യമാണല്ലോ. അപ്പൊ മാലൂമായ കാര്യത്തെ തെർത്തീബാക്കുക എന്ന് പറഞ്ഞാൽ നെതിറ് എന്നല്ല പറയാ. അപ്പൊ തസവുറിലേക്ക് ചേർക്കുന്നതായ ഒന്ന് എന്താണ്? നെതിറിന്റെ അടിസ്ഥാനത്തിൽ ചേർക്കാതൊക്കെ വരുമെന്ന്.
മനസ്സിലായ? അതാ വക തക്കത്തമ്മ നേരത്തെ പറഞ്ഞതാണ്. അന്യൻ നെതറ തീർച്ചയായിട്ടും നെതിറ് എന്ന് പറഞ്ഞത് അത് തെർത്തീബ് ഉമൂരി മാലൂമത്തി മാലൂമായ അമ്രുകളെ തെർത്തീബാക്കലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൈഫ യജൂസു എങ്ങനെ ജായിസാവും? ഇപ്പൊ കൈഫ യജൂസു എങ്ങനെ ജായിസാവും? ഏത് കൗലുശാരി എന്ന് പറഞ്ഞേരത്തെ എങ്ങനെ ജായിസാവും? എന്ത് അയ്യക്കൂനൽ കൗലുശാരി ആവുക എന്നുള്ളത് വൈറ മുറക്കബ് അല്ലാതെയാവുക എന്നുള്ളത്. കൗലുശാരിഹ് എന്നുള്ളത് മുറക്കബ് അല്ലാതെയാവുക എന്നുള്ളത് എങ്ങനെ വരും? അത് ഒരു അകലവിട്ടിട്ടാ പറഞ്ഞത്. പതി അന്നൗഫിൽ അകലവി മുറക്കബ് എന്നാണ് പറഞ്ഞത്. ഷാരി എന്ന് പറഞ്ഞ കൗലി എന്നുള്ളത് അകലബിലും അത് മുറക്കബായി വരിക. അപ്പൊ ചൂരണ്ട്. അപ്പൊ അകലബല്ലാത്ത രൂപത്തിൽ അത് മുറക്കബല്ലാത്തൊരു അവസ്ഥ ഉണ്ടാവുമല്ലോ. അവിടെ ഗണ്ണിക്കുകയാണ് എന്തെന്ന് ഗണ്ണിച്ചതാണ്. ഇപ്പൊ കൈപ്പ യജൂസു അയ്യക്കൂനൽ കൗലുശാരിയോ വൈറ മുറക്കബി. അപ്പൊ വൈറ മുറക്കബായ രൂപത്തിൽ എങ്ങനെയാ കൗലുശാരി വരിക? ഒന്ന് നമ്മൾ അതിന് മറുപടി പറയും. മൻ ജവ്വസൽ ഹദ്ദൻ നാഖിസ, മൻ ജവ്വസ ഹദ്ദൻ നാഖിസ, ഹദ്ദുൻ നാഖിസിനെ ജായിസാക്കിയ ചിലർ. ഏതുകൊണ്ട്? മിൻ ഫസ്ലി വാഹിദ, ഫസ്ല് കൊണ്ട് മാത്രം. ഇപ്പൊ ഇൻസാനിക്ക് വെറും നാക്കി കൊണ്ട് മാത്രം തൈരീഫ് പറയാം. അതുപോലെ വർറസ്മൻ നാഖിസ, റസ്മുൻ നാഖിസിനെ ജായിസാക്കിയവരുണ്ട്. ബില ഖാസത്തി വാഹിദ. എങ്ങനെ? ഉദാഹരണം പറയാം, ഇൻസാനെ പറ്റിയിട്ട് വായിക്കുന്ന അറിയാം. അപ്പൊ ഈ പറഞ്ഞ ആളുകളൊക്കെ അവര് പറയാറുണ്ട് അന്നെതിറു നെതിറ് എന്ന് പറഞ്ഞാല് അന്നഹു അത് തഹ്സീലു അംരി, ഒരു കാര്യത്തെ കരസ്ഥമാക്കുക. അപ്പൊ ഒരു കാര്യത്തെ കരസ്ഥമാക്കുന്നതിനെ സംബന്ധിച്ച് എന്തെന്ന് പറയാ? നെതിറ് എന്ന് പറയും. അല്ലെങ്കിൽ ഔ തെർത്തീബ് ഉമൂരിൻ, കുറേ കാര്യങ്ങളെ തെർത്തീബാക്കുക. കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുക? തെർത്തീബാക്കുക. ഒരുപക്ഷെ ഒരു കാര്യത്തെ ഹാസിലാക്കുക, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? തെർത്തീബാക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ പറയും. ആര്? ഈ പറഞ്ഞ ആളുകൾ. ഇത് അദ്ദുന്നാഖിസിനിക്ക് പിന്നെ ഫസ്ല് കൊണ്ട് മാത്രം തരീഫ് പറയും ജായിസാണ്. റസ്മുൻ നാഖിസിനിക്ക് ഖാസ കൊണ്ട് മാത്രം തരീഫ് പറയാൻ ജായിസാണ് എന്ന് പറഞ്ഞവരെന്തെന്ന് പറയാ? അതായത് അമ്രിനെ കരസ്ഥമാക്കുക, അല്ലെങ്കിൽ ഉമൂരിനെ എന്ത് ചെയ്യുക? തെർത്തീബാക്കുക എന്ന് നെതിരിനിക്ക് എന്ത് ചെയ്യുക? തരീഫ് പറയാം. പക്ഷേ ലാക്കിനിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി, എങ്കിലും മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി കത് തസാമഹ, മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ത് ചെയ്ത്? തസാമുഹ് ചെയ്ത മുസന്നിഫ് റഹ്മത്തുള്ളാഹി ആ നെതിറിനെ അങ്ങോട്ട് ഒഴിവാക്കി. നെതിറിനെ പറ്റി പറഞ്ഞില്ലല്ലോ. നെതിറിന്റെ രണ്ട് കിസ്മിൽപ്പെട്ട ഒന്നിനെന്ത് ചെയ്ത്? അങ്ങോട്ട് ഒഴിവാക്കി. ആര്? മുസന്നിഫ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ എന്ത് ചെയ്ത്? ഒഴിവാക്കി. അത് പറഞ്ഞില്ല. എന്നിട്ട് എന്ത് ചെയ്തു? പാഴ്ത്തബറ. എന്നിട്ട് മുസന്നിഫ് റഹ്മത്തുള്ളാഹി ഇത്തിബാർ ചെയ്ത് നെവിരി, നെവിറിനെ സംബന്ധിച്ച് പറഞ്ഞേരത്ത് മുസന്നിഫ് റഹ്മത്തുള്ളാഹി പിന്നെ ഇത്തിബാർ ചെയ്തു. എന്തിനെ ഇത്തിബാർ ചെയ്ത്? അന്നെവിറ. എന്താണ്? എന്തിനെയാണ് നെവിറിനെ പറ്റി? നെവിറിന്റെ അവിടെ ഇത്തിബാർ ചെയ്തു. എങ്ങനെ? തെർത്തീബിനെ. എന്നിട്ടോ നെവിറിന് തെർത്തീബ്. കാരണം മുസന്നിഫ് പറഞ്ഞില്ല, നെവിറിനെ പറ്റി പറഞ്ഞോടത്ത് കഴിഞ്ഞ പാർട്ടി പറഞ്ഞ തെർത്തീബ് ഉമൂരി മാജൂമത്തിൻ എന്ന് പറഞ്ഞല്ല. നെവിറിന്റെ അവിടെ തെർത്തീബിനെ ഇത്തിബാർ ചെയ്ത്. എന്നിട്ട് ജബ്ബത്തെ താരീബ് ബിൽ ഫസ്ലി,
ഫസില് കൊണ്ട് വായത കൊണ്ട് തരി പറയും ജായിദാന്നും പറഞ്ഞു. പറഞ്ഞതായില്ല. കാരണം നെറിയുള്ള തെർത്തീബ് വേണമെങ്കിൽ ഇവിടെ തരീഫ് ഒരിക്കലും ഏതാവൂല, ഫസില് കൊണ്ട് മാത്രം ശരിയാവൂല. അപ്പൊ തെർത്തീബ് ഉണ്ടാവില്ല. കാരണം തെർത്തീബ് ഉണ്ടാവുന്ന മാലൂമായ അമ്രുകൾ വേണ്ടേ? മാലൂമായ അമ്രുകളെ ക്രോഡീകരിക്കുമ്പോഴല്ലേ ഏതുണ്ടാവുള്ളൂ? തെർത്തീബ് ഉണ്ടാവുള്ളൂ. അതെ. വബിൽ ഖാസത്തി വഅദഹ. അവിടെ ഇപ്പൊ എന്താ ചെയ്തത്? മുസ്ലിം റഹ്മത്തുള്ളാഹി വ്യക്തമല്ലാത്തതായ രൂപത്തിലുള്ള ഒരു രൂപത്തിലാണ് മുസ്ലിം റഹ്മത്തുള്ളാഹി പെരുമാറിയത്. ഇനി അടുത്ത ചർച്ച ഖൗലൂലി അന്നൽ മൂസില ഇല തസവ്വുരി എന്ന് പറഞ്ഞല്ല. ഈ അന്നൽ മൂസിൽ അത് എന്തിനാ പറഞ്ഞത്? അതായത് തസവ്വുറിലേക്ക് ചേർക്കുന്നതായ ഒന്നിന്റെ ഭയത്തിനെ തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒന്നിന്റെ വയസ്സിനേക്കാളും അതിന്റെ എന്ത് ചെയ്യണം? മുന്തിക്കണം. മുന്തിക്കാനുള്ള കാരണമാണ് പറഞ്ഞത്. തസവ്വുറിലേക്ക് ചേർക്കുന്നത് തസവ്വുറാത്താണ്, തസ്ദീഖിലേക്ക് ചേർക്കുന്നത് തസ്ദീഖാത്താണ് എന്ന് പറഞ്ഞില്ലേ? അതാണ് വിശദീകരിക്കുന്നത്. ഈ അന്നൽ മൂസില തീർച്ചയായിട്ടും ചേർക്കുന്നതായ ഒന്ന് ഇല തസവ്വുരി തസവ്വുറിലേക്ക് ചേർക്കുന്നത് അത് തരീബു ഇല തസവ്വുരി തസവ്വുറിനോട് അടുത്തതായ ഒന്ന് അല്ല. സോറി ഖൗലുഹു മുസന്നിഫിന്റെ ഖൗലി അന്നൽ മൂസില തസവ്വുരി അത്തസവ്വുറാത്തു വൽ മൂസില ഇല തസ്ദീഖി അത്തസ്ദീഖാത്തു. ആ ഖൗൽ ഞാൻ പറയുന്നു. വദാലിക എങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ വിഷയം എന്താണ്? ഈ അന്നൽ മൂസിൽ അങ്ങനെ വരാനുള്ള കാരണം എന്താ? തസവ്വുറിലേക്ക് ചേർക്കുന്നതൊക്കെ തസവ്വുറാത്തും തസ്ദീഖാത്തിൽ തസ്ദീഖിലേക്ക് ചേർക്കുന്നതൊക്കെ തസ്ദീഖാത്തും എന്ന് പറയാനുള്ള കാരണം ഈ അന്നൽ മൂസിലാൽ തീർച്ചയായിട്ടും ചേർക്കുന്ന ഒന്ന് അത് കരീബ അടുപ്പിക്കുന്നതായ ഒന്ന് അല്ല. ഇനി അന്നൽ ഇല തസവ്വുരി തസവ്വുറിലേക്ക്. അപ്പൊ തസവ്വുറിലേക്ക് അടുപ്പിക്കുന്നതായ മൂസില് അത് ഏതായിട്ട് വരാം? വൽ ഹദ്. അത് ഹദ്ദായിട്ട് വരാം. റസ്മു വരും. ഈ ഹദ് എന്നുള്ളതും റസ്മു എന്നുള്ളതും അത് തസവ്വുറിലേക്ക് ചേർക്കുന്ന ഒന്നായിട്ട് അതിനെ പരിഗണിക്കപ്പെടും. ഏത് ശരി വഹുമ ഈ ഹദ് എന്നുള്ളതും റസ്മു എന്നുള്ളതും വഹുമ എന്ന് പറഞ്ഞാൽ ഈ ഹദ് എന്നുള്ളതും റസ്മു എന്നുള്ളതും മിൻ ഖബീലാത്തി തസവ്വുറാത്ത് അത് തസവ്വുറാത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. കാരണം തരീഫിന്റെ ശിക്കുകളാണല്ലോ. തരീഫിന്റെ ശിക്കുകളാണല്ലോ. തരീഫിന്റെ ശിക്കുകളായതുകൊണ്ട് തന്നെ ഹദ് എന്നുള്ളതും റസ്മു എന്നുള്ളതും തസവ്വുറാത്തിന്റെ രൂപത്തിൽപ്പെട്ടതാണ്. അത് തന്നെ സവാവും ഖാന മുഫറദൈനി. ഹദ്ദും റസ്മും ചിലപ്പോ രണ്ടും എന്തായിട്ട് വരാം? മുഫറദായിട്ട് വരാം. അത് മുറക്കബായിട്ട് വരാം. എങ്ങനത്തെ മുറക്കബ്? തഖീദായ മുറക്കബായിട്ട് വരാം, ഖൈദുകളുള്ള. അതേപോലെ വൽ മൂസിലൽ ബഈദ ഇല തസവ്വുരി അതോടുകൂടി തസവ്വുറിലേക്ക് ചേർക്കുന്ന ബഈദായ ഒന്ന് അത് ഏതാണ്? അൽ കുല്ലിയാത്തുൽ ഖംസാണ്. ജിൻസ് ഫസിൽ പോയി തുടങ്ങുന്ന കുല്ലിയാത്തുൽ ഖംസല്ലേ? അത് വയ്യമിനൽ കബീലി തസവ്വുറാത്തി അത് തസവ്വുറാത്തിൽ പെട്ടതാണ്. അതേപോലെ തന്നെ വൽ മൂസിലൽ ഖരീബ ഇല തസ്ദീഖിലേക്ക് അടുപ്പിക്കുന്ന മൂസില് ഈ അൻവാഹുൽ ഹുജ്ജത്തി അത് ഹുജ്ജത്തിന്റെ ഇനങ്ങളാണ്. അതിനി അതുകൊണ്ട് ഉദ്ദേശം അൽ ഖിയാസ വൽ ഇസ്തിഖ്റാഅ വത്തംസീല അതൊക്കെ ഫയ്യ മുറക്കബത്തും ഒക്കെ മുറക്കബ. ഏതിനാൽ മുറക്കബാണ്? മിൻ ഖളായ പല ഖളിയകളാൽ. സത്യത്തിൽ പല കുല്ലുഹ ഇവകളൊക്കെ മിൻ കബീരി തസ്ദീഖാത്തി പല. അപ്പോൾ എന്തെന്ന് തസ്ദീഖിലേക്ക് ചേർക്കുന്ന തസ്ദീഖാത്തായി, തസവ്വുറിലേക്ക് ചേർക്കുന്ന തസവ്വുറാത്തായി വന്നില്ലേ?
തസവൂറിലേക്ക് ചേർക്കുന്നത് തസവൂറാത്തായിട്ടും വന്നു, തസ്ദീഖിലേക്ക് ചേർക്കുന്നത് തസ്ദീഖാത്തായിട്ടും വന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. ഇനി വേറൊരു വിഷയം പറഞ്ഞില്ല. തസവ്വുർ എന്നുള്ളത് തസ്ദീഖിനേക്കാളും ത്വബഅ നിലക്ക് മുന്തിക്കപ്പെടണം. കാരണം ത്വബഈയായ തഖദ്ദുമ് എന്ന് പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? മുതഖദ്ദിമ് മുതആഖിർ മുതഖദ്ദിമിലേക്ക് ആവശ്യമായ രൂപത്തിൽ മുതഖദ്ദിമ് വരണം. മനസ്സിലായില്ലേ? എങ്ങനെ? മുതഖദ്ദിമ് മുതആഖിർ ആവശ്യമാകുന്ന രൂപത്തിൽ മുതഖദ്ദിമ് വരണം. അതോടുകൂടി മുതഖദ്ദിമ് സത്യത്തിൽ മുതആഖിറിനിക്ക് എന്താവൂല? ഇല്ലത്താവൂല. അതാണ് ഈ ചർച്ച. വലാ യകൂനു ഇല്ലത്തൻ ലഹു, ഇല്ലത്താവൂല. അഖൂലു ഞാൻ പറയുന്നു, ഐ ലാ യകൂനു ഇല്ലത്തൻ മുഅസ്സിറത്തൻ. ഈ മുതഖദ്ദിമ് എന്ന് പറയുന്നത് മുതആഖിറിനിക്ക് എന്താവൂല? മുഅസ്സിറത്തായ ഫായിദ വെപ്പിക്കുന്ന ഇല്ലത്താവൂല. അവൻ മീറിന്റെ അഭിപ്രായപ്രകാരം അതിലിത്തിലാക്കി ഇല്ലത്താന്ന് പറയാൻ പറ്റൂല എന്നാണ്. ഇല്ലത്തല്ലാന്ന് പറയാൻ പറ്റൂല എന്ന്. ഇല്ലത്താണ്. ഇവിടെ മുസ്ലിം പറഞ്ഞപ്പോ എന്താണ്? ഷാരി പറഞ്ഞെന്താണ്? ഇല്ലത്താവൂലാന്ന് അകലത്തിലാക്കാണ്ട് പറഞ്ഞിരിക്കുകയാണ്. അതിനെ ഗണ്ണിച്ചിരിക്കുകയാണ് പോലെ മീറ്. എന്നിട്ട് മീറ് പറയാനെന്ത്? ലാ യകൂനു ഇല്ലത്ത മുഅസ്സിറത്തൻ, മുഅസ്സിറത്തായ ഇല്ലത്താവൂല. ഇല്ലത്താണ്. അതിലെത്തിലാക്കി ഇല്ലത്തല്ലാന്ന് അറിയാൻ പറ്റുമോ? ഇല്ലത്താണ്. പക്ഷെ മുഅസ്സിറത്തായ ഇല്ലത്താവൂല. കാഫിയത്തൻ മതിയാകുന്നതായ ഈ ഉസൂലിയത് കരസ്ഥമാകുന്ന വിഷയത്തിൽ. കാരണം എന്താണെന്നറിയാം? ഫൈനൽ മുഹ്താജ ഇലൈഹി, തീർച്ചയായിട്ടും മുഹ്താജ് ഇലൈഹിയായ ഒന്ന്, മുഹ്താജ് ഇലൈഹിയായ ഒന്ന് ഇനിസ്തക്കല്ല, അത് തനിച്ചാൽ ബിതഅസീരിൽ മുഹ്താജ്, മുഹ്താജിനെ കരസ്ഥമാക്കൽ കൊണ്ട് തനിച്ചാൽ ഒരു മുഹ്താജ് ഇലൈഹിയായ കാര്യം. ഇപ്പം മുതഖദ്ദിം ഉണ്ടായതിന്റെ ശേഷമാണ് മുതആഖിർ ഉണ്ടാവുക. മുതഖദ്ദിം ഉണ്ടായതിന് ശേഷമാണല്ലോ മുതആഖിർ ഉണ്ടാവുള്ളൂ. അതോടുകൂടെ ഈ മുതഖദ്ദിം ഉണ്ടായാലേ മുതആഖിർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മുതഖദ്ദിം എന്നുള്ളത് മുഹ്താജ് ഇലൈഹിയാണ്. മുതഖദ്ദിം മുതആഖിർ എന്നുള്ളത് മുഹ്താജുമാണ്. അപ്പൊ ഈ മുഹ്താജ് ചെയ്യാവുന്ന മുതഖദ്ദിമ് ഇസ്തിഖ്ലാലായി. ഏതുകൊണ്ട്? ബിതഅസീരിൽ മുഹ്താജി, മുഹ്താജിനെ കരസ്ഥമാക്കൽ കൊണ്ട്. മുഹ്താജിനെ കരസ്ഥമാക്കൽ കൊണ്ട്. അപ്പൊ അങ്ങനെ വന്നാൽ അപ്പൊ ഈ മുഹ്താജ് ഇലൈഹി ആകും. ഏതാവും? മുതഖദ്ദിമൻ അലൈഹി, മുഹ്താജിനേക്കാളും അത് മുന്തും. എങ്ങനെ മുന്തും? തഖദ്ദുമൻ ബിൽ ഇല്ലിയത്തി, ഇല്ലിയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തഖദ്ദുമായ രൂപത്തിൽ അത് മുന്തും. അപ്പൊ ഏതുപോലെ എന്ന് പറഞ്ഞാല് തഖദ്ദുമി ഹർക്കത്തിൽ യദി അല ഹർക്കത്തിൽ മിഫ്താഹി, കൈ ചലിപ്പിക്കുക എന്നുള്ളത് അല മുന്തിയതുപോലെ, ഏതിനേക്കാളും? മിഫ്താഹിന്റെ ഹർക്കത്തിനേക്കാളും മുന്തിയതുപോലെ. കാരണം മിഫ്താഹിനിക്ക് ഹർക്കത്ത് ഉണ്ടാവണമെങ്കിൽ മുഹ്താജ് ഇലൈഹിയാണ് യദിന്റെ ഹർക്കത്ത്, അല്ലേ? യദിന്റെ ഹർക്കത്ത്. അതോടുകൂടി ഈ അതോടുകൂടെ ഈ മുഹ്താജ് ഇലൈഹിയാകുന്ന ഹർക്കത്തുൽ യദ് എന്നുള്ളത് അതെന്തായി? ഇല്ലത്തായി വന്നില്ലോ. യദിന് ഹർക്കത്തുൽ മിഫ്താഹിനിക്ക് ഇല്ലത്തായി വന്നില്ലേ? ഇല്ലിയത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്തിയില്ലേ? പക്ഷെ നിങ്ങൾ പറഞ്ഞെന്താണ്? ഇല്ലത്താവൂലാന്നാണല്ലോ. അത് ശരിയല്ല, ഇല്ലത്തന്നെയാണ്. അതിനാളപ്പോ മീറിന്റെ വാദം, അത് മീർ സമർപ്പിക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ കാന മുത്തഖദ്ദിമായി മനസ്സിലായില്ല. ഇനി വൈല്ലം യസ്തഖില്ല, ഇനി ഇസ്തിഖ്ലാലായില്ല. വൈല്ലം യസ്തഖില്ല, ഇനി മുഹ്താജിലേക്ക് ഇസ്തിഖ്ലാൽ ഉണ്ടായില്ല. ബിദാലിക, ഈ പറഞ്ഞ ഇല്ലിയത്ത്, ഈ മുഹ്താജിനെ കരസ്ഥമാക്കൽ കൊണ്ട്,
അപ്പൊ അങ്ങനാണെങ്കിൽ കാന അപ്പ മുഹ്താജ് ഇലൈഹി ആകും മുതഖദ്ദിമൻ അലൈഹി, മുഹ്താജിനേക്കാളും അത് മുന്തിയിട്ട് വരും. തഖദ്ദുമൻ ബിത്തബൈ നിലക്ക് മുന്തിയിട്ട് വരും. അപ്പൊ ഏതുപോലെ തഖദ്ദുമിൽ വാഹിദി അലൽ ഇസ്നൈനി, വാഹിദ് എന്നുള്ളത് ഇസ്നൈനിയേക്കാളും എന്താണ് വാഹിദ് എന്നുള്ളത് അത് മുന്തിയതാണ്. കാരണം വാഹിദ് ഉണ്ടായിട്ടേ ഇസ്നൈനി ഉണ്ടാവുള്ളൂ. അത് ശരിയാണ്. കാരണം വാഹിദ് ഉണ്ടായതിന്റെ ശേഷം ഏതുണ്ടാവുള്ളൂ? ഇസ്നൈനി ഉണ്ടാവുള്ളൂ. സ്വയം ഒരു ഇസ്നൈനി ഉണ്ടാവൂല. സ്വയം എന്താവൂല? ഇസ്നൈനി ഉണ്ടാവൂലല്ലോ. സ്വയം ഇസ്നൈനി ഇവിടെ ഖാരിജ് മൗജൂദാവൂല. ഇസ്നൈനി ഉണ്ടാവണമെങ്കിൽ ഏത് വേണം? വാഹിദ് വേണം. അപ്പൊ ഈ വാഹിദ് എന്ന് പറഞ്ഞ ഈ വാഹിദ് എന്നുള്ളതിന്റെ മുന്തല് അത് തബഅ നിലക്ക് മുന്തിയതാണ്. അതേപോലെ തഖദ്ദുമു തസവ്വുരി അല തസ്ദീഖി, തസ്ദീഖ് തസവ്വുറിനേക്കാളും തസ്ദീഖിനേക്കാളും മുന്തുക എന്നുള്ളത് അത് തഖദ്ദുമും ബിത്തബഇ ബിവാൻ ബയ്യന, അതും സത്യത്തിൽ ഏതാണ്? തബഅ നിലക്കുള്ളതായ മുന്തലാണ്. അതും സത്യത്തിൽ പറഞ്ഞ തബഅ നിലക്കുള്ളതായ മുന്തലാണ്. എന്നാൽ വലമ്മ സബത, അവ സ്ഥിരപ്പെട്ടപ്പോൾ അന്നലി ഹാദൻ നൗഇ, ഈ പറയപ്പെട്ട രൂപത്തിന് കൊണ്ട്, കാരണം എന്താ ശാരി പറഞ്ഞതിൽ നിന്നിപ്പോ മനസ്സിലാകുന്നത് എന്താണ്? ഈ തസവ്വുറാത്തു സലാസ തസ്ദീഖിനേക്കാളും എന്ത് ചെയ്യണം? തസവ്വുറു സലാസ മുന്തണം. ഷാരി പറഞ്ഞതിന് കിട്ടുന്നത് എന്താണ്? തസവ്വുറാത്ത്, 3 തസവ്വുറാത്തും തസ്ദീഖിനേക്കാളും എന്ത് ചെയ്യണം? മുന്തണം. നമ്മൾ പറഞ്ഞ പിന്നെ ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന തമ്മിലെ മുന്തൽ അങ്ങനെയല്ല, മുത്തലക്കായ രൂപത്തിലുള്ള മുന്തൽ അവരെ ചർച്ച ചെയ്യുന്നത്. തസവ്വുറിന്റെ വയസ്സ് തസ്ദീഖിന്റെ വയസ്സിനേക്കാളും മുന്തുക, ഇതാണുള്ള ചർച്ച. അപ്പൊ ഈ പറയപ്പെട്ടതായി തസവ്വുർ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ? അപ്പൊ ഈ തസവ്വുർ എന്ന് പറയപ്പെട്ടതായ നൗഅ് തസ്ദീഖ് എന്നുള്ള നൗഇനേക്കാളും അത് മുന്തിയിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ അത് മുന്തിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുതഖദ്ദിമായ നൗഇന്റെ ബയസിന് മുതാഖിറായ നൗഇന്റെ ബയസിനേക്കാളും എന്ത് ചെയ്യണം? മുന്തിക്കാണ് വേണ്ടത്. ചർച്ച സ്ഥിരപ്പെട്ടപ്പോൾ അന്ന ജിഹാദൻ നൗഇ, ഈ പറയപ്പെട്ട ഇനത്തിനെ കൊണ്ട്, പറയപ്പെട്ട ഇനം എന്നത് തസവ്വുർ തസ്ദീഖിനേക്കാളും മുന്ത എന്നുള്ള ചർച്ച അതാ പറയുന്നത്. അതിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തസവ്വുറാത്തി, തസവ്വുറാത്തിനെ സംബന്ധിച്ച് എങ്ങനെ തസവ്വുറാത്ത് തസവ്വുറാത്ത് അതുപോലെ തസ്ദീഖാത്ത്. അപ്പൊ ഈ തസവ്വുറാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖദ്ദുമൻ ബിത്തബൈ, ബിത്തബൈ നിലക്ക് എന്താവണം? മുന്തണം. ഏതിനേക്കാളും അങ്ങനല്ല. പഴമ്മ സബത്ത സ്ഥിരപ്പെട്ടപ്പോൾ അന്ന ജിഹാദൻ നൗഇ, തീർച്ചയായിട്ടും ഈ ഇനത്തിനെ കൊണ്ട്, ഏത് ഇനം? ഇനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തസവ്വുറാത്ത്. ഈ തസവ്വുറാത്ത് എന്നുള്ളതിനെ കൊണ്ട് തഖദ്ദുമൻ ഒരു മുന്തലുണ്ട്, ബിത്തബഇ തബഅ നിലക്ക് മുന്തലുണ്ട്. ഏതിനേക്കാളും? അനൗഇല്ലാഹിനി തസ്ദീഖാത്തിനേക്കാളും. അതടിസ്ഥാനത്തിൽ ലൗലാബ ഏറ്റവും നല്ലത് എന്താണ്? അയ്യക്കൂനൽ മബായിസുൽ മുതഅല്ലിഖത്തു ബിൽ അവ്വലി, അവലുമായി ബന്ധിക്കുന്ന ചർച്ച മുതഖദ്ദിമത്ത് എന്നത് മുന്തണം വലയിൽ. ഏതിനേക്കാളും?
അതിമബായിത്തെ മുത്താലിക്കത്തി ബിൽ സാനിയത്തി സാനി രണ്ടാമതുമായി ബന്ധിക്കുന്ന ചർച്ചകളെക്കാളും എന്ത് ചെയ്യണം മുന്തണം. والله أعلم بالصواب.